Dear students, welcome back to KPS by Tutorials. In the last class, we have been discussing about the first module of the non-coordinate part 1, that is principles of classification and nomenclature. In this module, the last episode we discussed about the systematics, natural and classical types, as well as the binomial and trinomial nomenclature. In today's episode, I would like to talk about the international rules and codes of biological nomenclature, as well as modern trends in systematics. Once again, welcome back to KPS by Tutorials. As I told you, I would like to talk about the international rules and codes of biological nomenclature. In the last class, we already discussed about the nomenclature, that is the scientific naming of organisms. We already discussed about the binomial and trinomial nomenclature, and we know that there should be a universally accepted set of rules and regulations for the naming of organisms. The stability, universality and uniqueness or distinctiveness of scientific names are now ensured by specific internationally accepted codes of biological nomenclature. That means ലോകത്തെവിടെയുമുള്ള ഓർഗാനിസംസിന് നെയിം ചെയ്യാനായിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതിനാണ് നമ്മൾ ഇന്റർനാഷണൽ റൂൾസ് ആൻഡ് കോഡ്സ് ഓഫ് ബയോളജിക്കൽ നോമൻക്ലേച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷനും ഇല്ലായിരുന്നുവെങ്കിൽ ഓരോ രാജ്യക്കാരും അവരുടെ ഇഷ്ടാനുസരണം നെയിമിങ് ക്ലാസിഫിക്കേഷനൊക്കെ നടത്തും. For this naming as well as classification of organisms, there is a universally accepted set of rules and regulations, which is called as the international rules and codes of biological nomenclature. And there is an history for these international rules and regulations. ഇതൊരു ദിവസം ഉണ്ടായ റൂൾസും റെഗുലേഷനും അല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്തു വന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് ഇൻ്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ബയോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇതിലേക്ക് സംഭാവന നൽകിയത് ലിനേയസ് തന്നെ. ലിനേയസ് വാസ് ദി ഫസ്റ്റ് ടു പ്രസൻറ്റ് എ സെറ്റ് ഓഫ് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ ഇൻ ക്രിട്ടിക്ക ബോട്ടാനിക്ക ഇൻ 1737 ആൻഡ് ഫിലോസഫിക്ക ബോട്ടാനിക്ക ഓൾസോ ഇൻ 1737. 1737 ലിനേയസ് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്നു നെയിമിങ്ങിന് വേണ്ടിയിട്ട്. അതിനുശേഷം H.E. സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് സ്ട്രിക്ലാൻഡിയൻ കോഡ് എന്ന പേരിൽ ഇൻ 1843 ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് മുമ്പാകെ സ്ട്രിക്ലാൻഡിയൻ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് പ്രസന്റ് ചെയ്യുകയുണ്ടായി. അത് 1843 ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് അതിനെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ സ്ട്രിക്ലാൻഡിയൻ കോഡ് 1843 നിലവിൽ വന്നു. അതിനുശേഷം ഇൻ 1889 പ്രൊഫസർ റഫേൽ ബ്ലാച്ചാർഡ് presented a set of rules at the first International Congress of Zoology held in Paris in 1889. ഇങ്ങനെ ഇത് കൂടാതെ ഒരുപാട് കോഡ്സ് വേറെയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ലിനേയസ് സ്ട്രിക്ലാൻഡിയൻ കോഡ് അല്ലെങ്കിൽ H.E. സ്ട്രിക്ലാൻഡ്, പ്രൊഫസർ റഫേൽ ബാൾച്ചാർഡ് പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ ഒരുപാട് സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷനും കൊണ്ടുവന്നു. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അതിൽ മോഡിഫിക്കേഷൻസ് വന്നു. അങ്ങനെ
Presently, a uniform code of nomenclature applicable to all group of organisms is absent. അതായത് എല്ലാ ഓർഗാനിസത്തിനും കൂടിയുള്ള ഒരൊറ്റ കോഡല്ല ഇന്ന് നിലവിലുള്ളത്. പകരം വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിന് വ്യത്യസ്ത കോഡുകളായിട്ട് ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഇന്റർനാഷണൽ കോഡ് ഫോർ ബയോളജിക്കൽ നോമൻക്ലേച്ചർ ഉണ്ട്. There is International Code of Botanical Nomenclature or ICBN for naming of plants. Plant namingനായിട്ട് ഉള്ള ഇന്റർനാഷണൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്, ICBN. അതുപോലെ there is International Code of Zoological Nomenclature or ICZN for the naming of protists and animals. അനിമൽസും പ്രോട്ടിസ്റ്റും നെയിമിംഗ് ചെയ്യുന്നത് ICZN അനുസരിച്ചാണ്. Then there is International Code of Nomenclature of Bacteria or ICNB. Then there is International Code of Viral Nomenclature ICVN for naming of viruses. Also there is International Code of Nomenclature of Cultivated Plants for naming cultivated plants, that is ICNCP. ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ നെയിം ചെയ്യുന്നതിനായിട്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റൂൾസ് or constitutions are there, and they are termed as the international rules and codes of biological nomenclature. They are generally called as the international rules and codes of biological nomenclature. And as we are zoology students, we should be concerned with the international code of zoological nomenclature. The ICZN consists of the rules and recommendations accepted by the International Commission of Zoological Nomenclature, which was formed in 1910. The International Commission of Zoological Nomenclature accepted the ICZN in 1910. The ICZN was first adopted in 1958 by the 15th International Zoological Congress held in London. ICZN അതിൻ്റെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1910-ലാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തത് ICZN കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തത് 1958-ലാണ് ഇൻ ദിസ് 15th International Zoological Congress held in London. പിന്നീട് വീണ്ടും അതിൽ പല ചേഞ്ചസുകളും ഉണ്ടായി, അമെൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ICZNന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ the ICZN consists of 3 major sections, namely the code proper, appendices and glossary. ICZN ഇങ്ങനെ 3 ഭാഗമായിട്ടാണുള്ളത്. അതായത് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചറിൻ്റെ സ്ട്രക്ചർ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പല ആർട്ടിക്കിൾസ്, പല സെക്ഷൻസ് ഉള്ളതുപോലെ ഒരു ICZN പല സെക്ഷൻസ് ഉണ്ട്. 3 സെക്ഷൻസ് ആണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് code proper, then appendices, then glossary. The code proper is further divided into 2 sections. One is preamble, then the articles. So this is the basic structure of the ICZN. The preamble, code proper consists of preamble and articles. The preamble is the introductory part which explain the purpose of the code, whereas the articles cover the mandatory rules and the recommendation. So we can understand that the articles are the main body of the ICZN, which include the set of rules or mandatory rules and recommendations regarding the naming of the animals. Then the remaining parts are appendices and glossary. So this is about the ICZN. Now let us move on to the modern trends in systematics. From the title itself you will get something that is modern trends in systematics. That means if there is modern trends, then there should be old trends also. So what was the old trends? Systematics ന്റെ പഴയ രീതികൾ എന്തായിരുന്നു?
ആദ്യ കാലഘട്ടത്തിലൊക്കെ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ഈ വർഗീകരണം നടത്തുന്നത് ഇറ്റ് വാസ് ഓൺലി ബേസ്ഡ് ഓൺ the external features of organisms, or it may called as the morphotaxonomy. ഓർഗാനിസംസിൻ്റെ പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് അതിൻ്റെ മോർഫോളജിയും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം നോക്കിയിട്ട് മാത്രമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ സിസ്റ്റമാറ്റിക്സ് വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ടാക്സോണമി അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. എന്നാൽ ഇൻ മോഡേൺ ടൈം different aspects are considered for taxonomy. The knowledge from different disciplines or different categories are used for systematics. So first of all, we can discuss the chemotaxonomy. This is a modern trend in systematics. So one of the modern trend in systematics, that is chemotaxonomy. As the name indicates, it is something related to chemistry or chemicals. Chemotaxonomy, that means chemicals or the study of chemicals are correlated with the taxonomy. It is the way of classification and identification of organisms according to the conformable differences and similarities in their biochemical compositions. Here the organisms are classified or identified based on the differences and similarities in their biochemical composition. ബയോകെമിക്കൽ കോമ്പോസിഷനിലുള്ള ഡിഫറൻസിൻ്റെയും സിമിലാരിറ്റിയുടെയും ബേസിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ടാക്സോണമിയാണ് കീമോടാക്സോണമി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ സാധാരണ നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മോർഫോടാക്സോണമി ആണെങ്കിൽ അതിൻ്റെ ഫോർ എക്സാമ്പിൾ രണ്ട് ഇൻസെക്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ വിങ്സിൻ്റെ ബ്രെഡ്ത്ത് ലെങ്ത്ത് ഇത് രണ്ടും എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ അതിലുള്ള ചില ബോഡി സെഗ്മെൻറ്റ്സിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് നോക്കാം, ബോഡി കളർ നോക്കാം. ഇതൊക്കെയാണ് സാധാരണ മോർഫോടാക്സോണമിയിൽ ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ കീമോടാക്സോണമിയിലേക്ക് വരുമ്പോൾ അത്തരം ഡാറ്റകൾക്ക് പകരം ഇവിടെ നമ്മൾ കെമിക്കൽസിൻ്റെ സ്ട്രക്ചർ രണ്ട് ഓർഗാനിസംസ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ അത് തമ്മിലുള്ള ബയോകെമിക്കൽ ഡിഫറൻസസിനെ സിമിലാരിറ്റിയാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ദി സപ്പോർട്ടേഴ്സ് ഓഫ് കീമോടാക്സോണമി ആർഗ്യൂ ദാറ്റ് as proteins are more closely controlled by genes and less subjected to natural selection than the anatomical features, they are more reliable indicators of genetic relationship. കീമോടാക്സോണമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആർ മോർ ക്ലോസ്ലി കൺട്രോൾഡ് ബൈ ജീൻസ്. നമുക്കറിയാം പ്രോട്ടീൻസ് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീനിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഒരു മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ സ്റ്റഡി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്നാണ് കീമോടാക്സോണമിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. ദി കോമ്പൗണ്ട് സ്റ്റഡീഡ് മോസ്റ്റ്ലി ആർ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, പെപ്റ്റൈഡ്സ് എക്സെട്ര. കീമോടാക്സോണമിയിൽ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ കെമിക്കൽസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസും അമിനോ ആസിഡ്സും ന്യൂക്ലിക് ആസിഡ്സും ഒക്കെയാണ്. അതായത് ഇതെല്ലാം തന്നെ ജീൻ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന കോമ്പൗണ്ട്സും മോളിക്യൂൾസും ഒക്കെ ആയതുകൊണ്ടാണ്. Then the next branch of taxonomy or next branch of newer taxonomy, that is zero taxonomy. The next modern trend in taxonomy, that is zero taxonomy. From the title itself you will get something, that is zero taxonomy. Here zero plus taxonomy. Serum means indicate the serum, blood serum. So it is the study of antigen-antibody reaction, that is called the serology. The study of antigen-antibody reaction is called serology. The application of serology in solving taxonomic problems is called serotaxonomy. Serology ഉപയോഗിച്ചിട്ട് ടാക്സോണമി ചെയ്യുന്നതിനാണ് സീറോ ടാക്സോണമി എന്ന് പറയും. അപ്പോൾ ഇവിടെ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്തിട്ട് അനിമൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിനാണ്
സീറോ ടാക്സോണമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Let us look at the process of zero taxonomy. It has the following steps. Zero taxonomy involves the following steps. The first step in zero taxonomy is the protein extracted of the organism. ഏത് ഓർഗാനിസത്തിനാണോ നമ്മൾ ടാക്സോണമിക് സ്റ്റഡി നടത്തുന്നത്, ആ ഓർഗാനിസത്തിൻ്റെ ചില പർട്ടിക്കുലർ പ്രോട്ടീൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതായത് അത് നമ്മൾ ഒരു ആൻറ്റിജൻ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനാണ് സീറോ ടാക്സോണമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിജനെ നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആൻറ്റിജനായിട്ട് ഏതെങ്കിലും ഒരു പ്രോട്ടീനെ ആ പർട്ടിക്കുലർ ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. The second step, the antigen is injected into the bloodstream of an experimental animal to form antibodies. ആൻറ്റിജൻ ഉണ്ടായാൽ ആൻറ്റിബോഡിയും വേണം. അതുകൊണ്ട് ആൻറ്റിബോഡി ജനറേറ്റ്, ഈ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ആൻറ്റിജനെ ഒരു എക്സ്പെരിമെൻ്റൽ ആനിമലിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. എക്സ്പെരിമെൻ്റൽ ആനിമൽ ലൈക്ക് റാബിറ്റ് ഓർ റാറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും എക്സ്പെരിമെൻ്റൽ ആനിമലിലേക്ക് അതിനെ ഇൻജെക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അങ്ങനെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിജൻ എക്സ്പെരിമെൻ്റൽ ആനിമലിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻറ്റിബോഡി ജനറേറ്റ് ചെയ്യുന്നു. സോ ദ എക്സ്പെരിമെൻ്റൽ ആനിമൽ പ്രൊഡ്യൂസ് സ്പെസിഫിക് ആൻറ്റിബോഡി ഇൻ റെസ്പോൺസ് ടു ദ ആൻറ്റിജൻ. ഈ ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി ആ എക്സ്പെരിമെൻ്റൽ ആനിമലിൽ ജനറേറ്റ് ചെയ്യുന്നു. ദ സിറം ഓഫ് ദ എക്സ്പെരിമെൻ്റ് ആനിമൽ വിത്ത് ദിസ് ആൻറ്റിബോഡി ഈസ് കോൾഡ് ആൻറ്റി സിറം. അങ്ങനെയുള്ള ആൻറ്റിബോഡിയുള്ള സിറത്തിന് ആൻറ്റി സിറം എന്ന് പറയും. This antiserum is made to react in vitro with the antigenic protein as well as proteins of other taxa whose affinities are to be determined. ഏതൊക്കെ ആനിമൽസിനെയാണ് നമ്മൾ ആദ്യം എടുത്ത ആനിമലായിട്ട് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻസുമായിട്ട് ആൻറ്റിജനുമായിട്ടെല്ലാം ഈ ആൻറ്റിസിറം റിയാക്ട് ചെയ്യിക്കുന്നത് ഇൻ വിട്രോ ആയിട്ട്. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. Then the amount of the precipitation show the degree of the homology or degree of the relationship. അങ്ങനെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ എത്രമാത്രം പ്രസിപ്പിറ്റേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നു. ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഈ 5 സ്റ്റെപ്പിലൂടെ നമുക്ക് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് സ്റ്റഡി ചെയ്ത് ആനിമൽസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, to know the closeness of the taxon A with B, C, D and E. A എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന് B, C, D, E എന്ന് പറയുന്ന 4 പ്ലാന്റ്സ് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും ഒരു പ്രോട്ടീനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു എക്സ്പെരിമെൻ്റൽ ആനിമൽ, റാബിറ്റ് ഓർ മൈസ് ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ ആനിമലിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ആ എക്സ്പെരിമെൻ്റൽ ആനിമലിൽ അതിന് ഈ എയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത പ്രോട്ടീന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. These antibodies are then extracted from the blood of the experimental animal in the form of antiserum. ആ എക്സ്പെരിമെൻ്റൽ ആനിമലിൽ നിന്ന് നമ്മൾ ആൻറ്റിസിറം കളക്ട് ചെയ്യും. Then we allow this antiserum to react with the original protein from the A, then B, C, D and E. ഈ ആൻറ്റിസിറം നമ്മൾ എയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? 100% കംപ്ലീറ്റ് കൊയാഗുലേഷൻ, 100% കൊയാഗുലേഷൻ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ 100% ആയിരിക്കും. കാരണം നമ്മൾ എയിൽ നിന്നാണ് നേരത്തെ ആൻറ്റിജൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിന് അഗേൻസ്റ്റ് ആൻറ്റിബോഡി ഉണ്ടാക്കി. എന്നിട്ട് വീണ്ടും ആ ആൻറ്റിബോഡി നമ്മൾ എന്ത് ചെയ്യുന്നു? എയുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ആ ഉണ്ടായ ആൻറ്റിബോഡി എന്ന് പറയുന്നത് എക്ക് 100% സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി കംപ്ലീറ്റ് കൊയാഗുലേഷൻ. അപ്പോൾ എയുമായിട്ട് 100% കൊയാഗുലേഷൻ നടക്കും. ഇനി നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ഈ എയും എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന ഈ 4 പ്ലാന്റ്സുമായിട്ട് എ എത്രമാത്രം റിലേറ്റഡ് ആണ്. ഇതാണ് അവിടെ ടാക്സോണമി നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന 4 പ്ലാന്റ്സുമായിട്ട്
എത്രമാത്രം റിലേറ്റഡ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ആൻറ്റിസിറം ബിയുടെ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബിയുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഒരു 90% കൊയാഗുലേഷനാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ സിയുമായിട്ട് നടത്തുന്നു, അപ്പോൾ ഒരു 80% കിട്ടുന്നു. ഡിയുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു, അപ്പോൾ ഒരു 70% കിട്ടുന്നു. ഇയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു 60% ആണ് കൊയാഗുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഫ്രം ദിസ് ഡാറ്റ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബി ഈസ് മോർ ക്ലോസർ ടു എ than C, D and E, whereas C is more closer to A than D and E. Similarly, D is more closer to A than E. ഇങ്ങനെ നമുക്ക് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. So this technique is said to be, or this kind of taxonomy is said to be zero taxonomy. Now another modern trend in taxonomy is cytotaxonomy. Cytotaxonomy, as the term indicates, is something related with cytology or cell components. So using the cell components, taxonomic work can be carried out. That is cytotaxonomy. Mostly the cytoplasmic component used for cytotaxonomy is the chromosomes. So it is dealing with the classification and relationship of organisms using detailed studies of chromosomes. That means the properties of chromosome, that is the number, structure and behavior of chromosomes are analyzed, and based on that the organisms are classified. The basic principle of cytotaxonomy is that closely related species share more similar karyotype than less related one. It is based on the karyotype study. So the basic principle of cytotaxonomy is closely related species share more similar karyotype. അതായത് വളരെ ക്ലോസ്ലി ആയിട്ടുള്ള, വളരെ അടുത്തതായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിന് സിമിലർ ക്രോമസോംസ് ആയിരിക്കും. അതായത് സിമിലർ നമ്പർ ഓഫ് ക്രോമസോംസ്, സിമിലർ സ്ട്രക്ചർ ഓഫ് ക്രോമസോം, സിമിലർ ബിഹേവിയർ ഓഫ് ക്രോമസോം, ഇതെല്ലാം അതിൻ്റെ ഹോൾ കാരിയോടൈപ്പ് വിൽ ബി സിമിലർ. So that is cytotaxonomy. Then the evolutionary taxonomy. Evolution plus taxonomy. That is evolutionary taxonomy. It is based on common descent and the amount of evolutionary change to rank higher taxa. In this method, organisms are classified using a combination of phylogenetic relationship, progenitor descendant relationship and degree of evolutionary change. അത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. എവല്യൂഷണറി ടാക്സോണമി എന്ന് പറഞ്ഞാൽ എവല്യൂഷൻ്റെ ബേസിലുള്ള ടാക്സോണമിയാണ്. അതായത് കോമൺ ആൻസസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഡിസെൻഡൻസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. ഇവിടെ ടാക്സോണമിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രധാനമായും ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പാണ്. അതായത് ഈ ഓർഗാനിസംസ് തമ്മിൽ എക്സ്റ്റേണലി എത്രമാത്രം സിമിലർ ആണ് എന്നത് മാത്രമല്ല, അവ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തതാണോ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ ഒരു സിമിലാരിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നോക്കുന്നു. അതുപോലെ പ്രോജനൈറ്റർ ഡിസെൻഡൻറ്റ് റിലേഷൻഷിപ്പ് നോക്കുന്നു. അത് ആൻസസ്റ്ററും അതിൻ്റെ ഡിസെൻഡൻറ്റും തമ്മിൽ എത്രമാത്രം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നോക്കുന്നു. അതുപോലെ ഡിഗ്രി ഓഫ് എവല്യൂഷണറി ചേഞ്ച്, ആൻസസ്റ്ററിൽ നിന്നും ഡിസെൻഡൻറ്റിലേക്ക് വരുമ്പോൾ എത്രമാത്രം ചേഞ്ച് ഉണ്ടായി, ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാം ബേസിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എവല്യൂഷണറി ടാക്സോണമി എന്ന് പറയും. And the numerical taxonomy or phonetics. Numerical taxonomy, as the name indicates, it is something
related its numbers, numerical taxonomy. It refers to the application of various mathematical procedures to numerically encoded character stage data for organism under study. ഇവിടെ ഒരുപാട് മാത്തമാറ്റിക്കൽ പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തുകൊണ്ട് ഈവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദി ക്യാരക്ടേഴ്സ് ആർ analyzed. Numerous characters are analyzed using mathematical applications and computers. Then from that analysis, the relationship between organisms are established. For that, the data are collected from a variety of sources such as morphology, chemistry, physiology, molecular biology. ഇങ്ങനെ ഏതെല്ലാം തരം ഡാറ്റകൾ കിട്ടുമോ അത്രയും മാക്സിമം ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെല്ലാം ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ്, എല്ലാ ഡാറ്റയ്ക്കും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് ഉദ്ദേശിക്കുന്നത്. The greater the content of information in the taxa, the more the characters taken into consideration, the better a given classification system will be. അതായത് എത്ര കൂടുതൽ ഡാറ്റ എടുക്കുന്നോ, എത്ര കൂടുതൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നോ അത്രയും ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബെറ്റർ ആയിരിക്കും. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ ഡാറ്റ ന്യൂമറസ് ഡാറ്റ ആയിരിക്കണം, ഡാറ്റയുടെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. Thus, it is an analysis of various types of taxonomic data by mathematical or computerized methods and numerical evaluation of the similarities or affinities between taxonomic units, which are then arranged into taxa on the basis of their affinities. ഈ ഇത്രയും ഡാറ്റകളെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡിൽ അനലൈസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടാക്സകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. So this is about the numerical taxonomy. Then the next newer trend, modern trend in systematic is cladistics or phylogenetics. In this system of cladistics, organisms are placed in taxonomic groups called clades based on the possession of the so-called synapomorphic characters. What is synapomorphic characters? They are shared homologous characters derived from a common ancestor. എവല്യൂഷണറി ടാക്സോണമിയോട് വളരെ സിമിലർ ആയിട്ടുള്ള അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ക്ലാഡിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഓർഗാനിസംസിനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഓരോ ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ആ ഗ്രൂപ്പിനെയാണ് ക്ലാഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലാഡ്സ് ഒരു പർട്ടിക്കുലർ ക്ലാഡിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യുന്നത് there should be synapomorphic characters, that is homologous characters derived from a common ancestor. ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഗാനിസംസിനെല്ലാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന മെമ്പേഴ്സിനെല്ലാം ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഹോമോലോഗസ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഡിസെൻഡ് ചെയ്തു വന്ന മെമ്പേഴ്സ് എല്ലാം ചില ആൻസസ്ട്രൽ ക്യാരക്ടേഴ്സ് പൊസസ് ചെയ്യുന്നുണ്ടായിരിക്കും. കോമൺ ആൻസസ്ട്രൽ ക്യാരക്ടേഴ്സ് വിൽ ബി ദർ. അതിൻ്റെ ബേസിലാണ് ഇവിടെ ഓരോ ക്ലാഡിലേക്കും ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്യുന്നത്. So it is working on the hypothesis that most recent common ancestry ഈ പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഇങ്ങനെ ഓർഗാനിസംസിൻ്റെ റിലേഷൻഷിപ്പ്, എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്ത് അതിനെ ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. ഹിയർ the relationship between organisms are represented by straight lines.
The meeting point of these lines, these junctions are represented by a common ancestor. ഇവിടെ നമുക്ക് കാണാം A and B, these two taxa, they are derived from a common ancestor. So it is the ഇതാണ് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്ട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എയും ബിയും മോസ്റ്റ് റീസെൻറ്റ് ആണ്, common and they are derived from a common ancestor. So members with the most recent common ancestry belong to same group. They may belong to, or they may be having close relationship. Members having most common ancestry are said to be more closely related. That is the principle of cladistics. ഇങ്ങനെ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലാഡോജെനിസിസ് എന്ന് പറയുന്നത്. ദ ഡൈക്കോട്ടമസ് സ്പ്ലിറ്റിംഗ് ഓഫ് ആൻ ആൻസസ്ട്രൽ ലീനിയേജ് ഇൻ ടു ഈക്വൽ സിസ്റ്റർ ഗ്രൂപ്പ്സ്. ഒരു ആൻസസ്ട്രൽ ഗ്രൂപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സിസ്റ്റർ ഗ്രൂപ്പായി മാറുന്നതിന് ക്ലാഡോജെനസിസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് അബൌട്ട് cladistics. The next modern trend in systematic is molecular systematics. This is just an extension of the chemosystematics. നേരത്തെ പറഞ്ഞു കീമോസിസ്റ്റമാറ്റിക്സ് അവിടെ കെമിക്കൽസിൻ്റെ സ്ട്രക്ചറിൻ്റെ കമ്പാരിസണിലാണ് നമ്മൾ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ലാർജർ compounds or macromolecules are analyzed, like DNA, proteins. These large molecules or macromolecules are analyzed for similarities and differences to establish the relationship between the organisms. Just like a botanist may compare the shape of leaf between two different plants. A botanist morphotaxonomy ചെയ്യുമ്പോൾ ഒരു രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് രണ്ട് പ്ലാന്റ്സിൻ്റെയും ലീഫുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ട് പ്ലാന്റ്സിൻ്റെയും DNA തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ സീക്വൻസ് അനലൈസ് ചെയ്യുന്നു, പ്രോട്ടീൻ സീക്വൻസ് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അവ തമ്മിലുള്ള റിലേഷൻ എത്രമാത്രം റിലേറ്റഡ് ആണ്, എത്രമാത്രം ഡിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഇതാണ് മോളിക്കുലാർ സിസ്റ്റമാറ്റിക്സ്. Then the last topic in this module is the DNA barcoding. DNA barcoding. You are very familiar with the barcoding. What is DNA barcoding? It is a method of species identification using a short section of DNA from a specific gene or genes by comparison with a reference library of such DNA sequences. അതായത് DNA barcoding എന്ന് പറഞ്ഞാൽ it's a method of species identification using a short section of DNA from a specific gene. ഏതെങ്കിലും ഒരു ജീനിൻ്റെ കുറച്ച് ഭാഗം ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും സ്പീഷീസിന് അല്ലെങ്കിൽ ഒരു ടാക്സെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവിടെ കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബാർകോഡ് റീജിയൻ ഫോർ ആനിമൽസ് ആൻഡ് സം പ്രോട്ടിസ്റ്റ് ഈസ് ദ പോർഷൻ ഓഫ് cytochrome C oxidase 1 or CO1 or COX1 gene found in the mitochondrial DNA. DNA ബാർകോഡിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ DNA-യിൽ കാണുന്ന സൈറ്റോക്രോം C ഓക്സിഡേസ് 1 എന്ന് പറയുന്ന ജീനിനെയാണ്. ഇത് ഉപയോഗിക്കാനുള്ള കാരണം മൈറ്റോകോൺഡ്രിയൽ DNA ആയതുകൊണ്ട് തന്നെ അതിൽ അധികം ചേഞ്ചസ് ഒന്നും വരാതെ വളരെ കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു DNA സീക്വൻസാണ്. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസംസ് തമ്മിൽ ഈ ഒരു ജീനിൽ അധികം വ്യത്യാസമൊന്നും കാണാൻ സാധ്യമില്ല, മൈറ്റോകോൺഡ്രിയൽ DNA ആയതുകൊണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്ലാന്റ് സ്പീഷീസ് കിട്ടി, ഒരു അൺനോൺ പ്ലാന്റ് സ്പീഷീസ് കിട്ടി. ഈ അൺനോൺ പ്ലാന്റ് സ്പീഷീസിനെ എനിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിനോട് സിമിലർ ആണെന്ന് തോന്നുന്ന പ്ലാന്റ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അതായത് ഓൾറെഡി ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എ എന്നൊരു പ്ലാന്റ് എനിക്ക് ബി എന്ന് പറയുന്ന ഒരു പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ DNA-മായിട്ട് കമ്പയർ ചെയ്ത് DNA സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്ത് ഈ എയും ബിയും ഒരേ
സ്പീഷീസ് തന്നെയാണോ അതോ ഡിഫറെൻറ്റ് സ്പീഷീസ് തന്നെയാണോ എന്ന് തീരുമാനിക്കാനായിട്ട് ഈ DNA ബാർകോഡിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ബി എന്ന് പറയുന്ന ഒരു പ്ലാന്റിന് ആൾറെഡി സ്റ്റഡീഡ് ആണ്. അതിൻ്റെ സൈറ്റോക്രോം സി ഓക്സിഡേസ് 1 ജീൻ അതിൻ്റെ സീക്വൻസ് ചെയ്ത് അതിനെ നമ്മൾ ഒരു ലൈബ്രറിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാണ് DNA ലൈബ്രറി എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെയൊക്കെ DNA സീക്വൻസ് ചെയ്ത് ആ ഡാറ്റ നമ്മൾ ഒരു ഡാറ്റ ബാങ്കിൽ സൂക്ഷിക്കുന്നതിനാണ് DNA ലൈബ്രറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓൾറെഡി ബി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഡാറ്റ ഈ ഡാറ്റ ബാങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും ഈ സൈറ്റോക്രോം സി ഓക്സിഡേസ് 1 ജീൻ ഐസൊലേറ്റ് ചെയ്ത് അതിനെ സീക്വൻസ് ചെയ്ത് ബിയുടെ സൈറ്റോക്രോം സി ഓക്സിഡേസ് 1ഉമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ I can understand whether A and B belong to same species or different species. That is the technique used in DNA barcoding. So for barcoding, first a specimen to be collected, then from the specimen a particular tissue is selected, and from that particular tissue the DNA is extracted first. Then the extracted DNA is amplified using PCR technique. Then it is sequenced. Its sequence is determined, and that sequence, particular sequence is said to be DNA barcode. Then this barcode of different organisms are kept in a library that is called a barcode library. So by comparing the sequence in the barcode library, we can check an unknown specimen whether it belongs to same species or different species, and how it is related with the existing species. So the taxonomy, so this barcoding technique can be used as a tool for the taxonomy. So that is the use of DNA barcoding. So I hope all of you understood the topic very well. And thereby this chapter comes to end. Thank you very much.